بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും. നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്ന ആയത്ത് സൂറത്തുൽ കഹ്ഫിലെ ആയത്താണ്, 28-ാമത്തെ ആയത്ത്. അത്തരം സെലക്റ്റീവ് ആയത്തുകൾ പറയാൻ കാരണം ഖുർആനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. ഒരു മുസ്ലിമിൻ്റെ മർത്തബയിൽ നിന്നും മുഅ്മിനിന്റെ മർത്തബയിലേക്ക് മാറേണ്ട ആവശ്യകത, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് വിളിച്ചറിയിക്കുന്ന ഒരുപാട് ആയത്തുകളുണ്ട്. അത് ആദ്യം പഠിച്ചു വെക്കൽ ആവശ്യം. കാരണം മറ്റുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയ ഉപകാരമില്ല, ഇതിലേക്ക് എത്തിയില്ല എങ്കിൽ. അതൊക്കെ ചർച്ച ചെയ്യേണ്ടത് ഇതിലെത്തിയ ശേഷം. നമ്മൾ ആദ്യം ഡിസ്കഷൻ ചെയ്ത ആയത്ത്, ആ ആയത്ത് നമ്മൾ പഠിച്ച വിഷയം ശറഹ് സദ്റാണ്, നെഞ്ചിനെ ഓപ്പൺ ചെയ്യുന്ന വിഷയമാണ്. അത് തന്നെയാണ് ഖുർആന്റെ ആരംഭം. ഇഖ്റ ബിസ്മി റബ്ബിക, അള്ളാഹുവിന്റെ നാമത്തിൽ നെഞ്ചിനെ ഓപ്പൺ ചെയ്യേണ്ട വിഷയമാണ് അവിടെ സംസാരിക്കുന്നത്. ശറഹ് സദ്റിന്റെ വിഷയത്തിൽ ഒരുപാട് ആയത്തുകളുണ്ട്, അതെല്ലാം വിളിച്ചറിയിക്കുന്നത് ഈ വിഷയത്തെ കുറിച്ചാണ്. പക്ഷെ അവിടെയുള്ള അസൽ, അതിന്റെ എസൻസ് ഇല്ലാതായി പോയ കാരണം, പിന്നെ എസൻസ് ഇല്ലാത്ത രീതിയിൽ എങ്ങനെയാണ് ഒരാൾക്ക് മനസ്സിലാവുന്നത്, അങ്ങനെ അർത്ഥം കൊടുക്കുക, അങ്ങനെയാണ് മനസ്സിലാക്കുക. അതാണ് സംഭവിച്ചത്. അപ്പൊ നമ്മൾ ഈ വിഷയം കേൾക്കുന്ന സമയത്ത് ഇതിന്റെ ശരിയായ അർത്ഥം ഇങ്ങനെ തന്നെയാണോ അതല്ല ഡിഫറെൻ്റ് ആണോ എന്ന് അന്വേഷിക്കും. നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത് അതിൽ നിന്നായിരിക്കും. നമ്മളെ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നമ്മളെ ഹൃദയം കൊണ്ട്, ചിന്ത കൊണ്ട്, ബുദ്ധി കൊണ്ട് ആദ്യമായി മനസ്സിലാക്കിയ ഒരാളിൽ നിന്നും നമ്മൾ അത് പഠിക്കാൻ ശ്രമിക്കും. അവിടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും ശൈത്താൻ അടിമപ്പെടുകയാണ്. കാരണം നമുക്കറിയില്ല, നമ്മൾ മനസ്സിലാക്കിയ ആലിമാണോ അല്ലെന്ന് നമുക്കറിയില്ല. അതറിയാതെ നമ്മളെങ്ങനെ അവരിൽ നിന്ന് ഇൽമ് സ്വീകരിക്കുക? ഇത് ചിന്തിക്കുന്നില്ല മനുഷ്യൻ. ആലിമിനെ തിരിച്ചറിയാനും വേണം ഒരു ഇൽമ്. ആ ഇൽമും ആലിമില്ലെന്നാണ് പഠിക്കേണ്ടത്. പക്ഷെ ആലിമ് പഴച്ചവനാണെങ്കിൽ അവന് പഴപ്പിക്കല്ലാതെ പിന്നെന്താ ചെയ്യുക? ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്കിടയിൽ തർക്കമുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ മടങ്ങേണ്ടത് എന്തിലേക്കാണ്? ഖുർആനിലേക്കോ സുന്നത്തിലേക്കാണ്. ഈ ഖുർആനിലേക്ക് മടങ്ങുക എന്ന് പറയുമ്പോൾ ഖുർആന് ഒരു പേച്ച പണ്ഡിതനാണ്, ജാഹിലായ പണ്ഡിതനാണ് നമുക്ക് തരിക എന്നുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി? അപ്പോഴും വീണ്ടും പ്രശ്നമായി. കാരണം അതിൻ്റെ യഥാർത്ഥ അർത്ഥം അല്ല അവൻ നമുക്ക് തരിക. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ ഖുർആൻ എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഈ പുസ്തക രൂപത്തിലുള്ള ഖുർആൻ ആയിരിക്കൂല. കാരണം ഇത് കേൾക്കുന്നവൻ പുസ്തക രൂപത്തിലുള്ള ഖുർആനിലേക്കാണ് മടങ്ങുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിട്ടില്ല. കാരണം ഖുർആൻ ഏൽപ്പിച്ചത് ചില വ്യക്തികളെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൊന്നും ഖുർആൻ സ്വീകരിക്കപ്പെട്ട ഹൃദയങ്ങളുള്ള വ്യക്തികളെയാണ് ഇതിനെ ഏൽപ്പിച്ചത്. എന്ന കാര്യം അങ്ങനെയല്ല പോയത് എന്നതാണ് വിഷയം. ആദ്യം ദിക്ർ ഖൽബ് ഹാസിലാക്കി മൂമിനായി തീരണം, പിന്നെ വിലായത്തിന്റെ മർത്തബയിലെത്തണം, പിന്നെ വിലായത്തിൽ നിന്നും മുർഷിദായകളിലേക്ക് കടക്കണം. അത്തരം മുർഷിദിൽ നിന്നാണ് ഖുർആൻ പഠിക്കേണ്ടത്. അവരെയാണ് ഖുർആൻ ഏൽപ്പിച്ചത്. അവരാണ് ഖുർആന്റെ തഫ്സീർ നമുക്ക് തരേണ്ടത്. അതിനു പകരം നമ്മൾ ഈ മർത്തബയിലൊന്നും ഇല്ലാത്ത ഒരാൾ ഖുർആന്റെ ബാഹ്യമായ ലിപികളിൽ ഇറക്കപ്പെട്ട, എഴുതപ്പെട്ട ഗ്രന്ഥം നോക്കിക്കൊണ്ട് കാര്യം വിവരിക്കുന്ന സമയത്ത് അതിൽ തെറ്റുകളെ സംഭവിക്കുള്ളൂ, ശരി സംഭവിക്കുകയില്ല. എന്നിട്ട് ദുന്യാവിൽ ഒരുപാട് ബിരുദങ്ങളെ പേരുകൾ അവരെ പേരിൽ ആഡ് ചെയ്തുകൊണ്ട് അവരെന്താക്കി മാറ്റി? ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളാക്കി മാറ്റി. വളരെ ഗൗരവം പിടിച്ച വിഷയമാണ്. അപ്പോൾ തൗഫീഖുള്ളവർക്കെങ്കിലും ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയാം, നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങണം. ആ ഖുർആനെ വിശദീകരിക്കുന്ന ആളിനെ നോക്കണം. ആരാണ് ഈ വിശദീകരിക്കുന്നവൻ എന്നുള്ളത് അവൻ്റെ ബാഹ്യമായ രൂപത്തിലേക്ക് നോക്കേണ്ടതില്ല. താടിയുണ്ടോ, വെള്ള ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ, തലപ്പാവ് ധരിച്ചിട്ടുണ്ടോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അവൻ്റെ നാവിലൂടെ പറയുന്ന ഇൽമിലേക്കും അല്ല നോക്കേണ്ടത്, അവൻ്റെ കൽബിലേക്കാണ് നോക്കേണ്ടത്. പക്ഷെ കൽബിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂല, കാരണം നമ്മൾ ആ അവസ്ഥയിലുള്ളവരല്ല. അപ്പോൾ പിന്നെ നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നീങ്ങേണ്ടി വരും. അപ്പം നമുക്ക് ഇസ്ലാം പഠിക്കേണ്ടതിന് നമ്മളെ നെഞ്ചനെ വിശാലാക്കേണ്ടി വരും. അതിനു മുമ്പ് നമ്മൾ ഈ ഒരു ഇൽമിൻ്റെ ബാഹ്യമായ ഉപകാരമുണ്ട്, അത് ബുദ്ധി വികസിക്കലാണ്. ആ വികസിച്ച ബുദ്ധി കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ അവലംബം ആക്കണം. ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, വിശകലനം ചെയ്യണം. ആ സമയത്ത് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടായേക്കാം. നമ്മൾ ആർക്ക് വേണ്ടിയും നമ്മളെ ചിന്തയെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബ്ലോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല.
നമ്മളെ ബുദ്ധിയെ അറിവിനെ ഒന്നും നമ്മൾ ലിമിറ്റാക്കി വെക്കണ്ട, വിശാലമാക്കി വെക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് സഹായം ചോദിക്കേണ്ടത് ചോദിക്കുക. അത് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 17 വട്ടം ചോദിക്കുന്നത് അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഹിദായത്ത് ഫാത്തിഹ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. നമ്മുടെ മനസ്സിൽ ഹിദായത്തിന് തേട്ടം ഇല്ല എന്നതുകൊണ്ടാണ് ആ ദുആ സ്വീകരിക്കാത്തത്. കാരണം നമ്മൾ ആൾറെഡി ഹിദായത്തിലാണെന്നുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ ഹൃദയം കൊണ്ട് ചോദിക്കുന്നില്ല, നാവ് കൊണ്ട് ചോദിക്കുന്നുണ്ട്. അതല്ലാത്ത രീതിയിൽ ഈ ഒരു കൺഫ്യൂഷൻ വിഷയം തീർക്കാൻ വേണ്ടി അള്ളാഹുവോട് സഹായം തേടുക. എന്നിട്ട് ഈ വിഷയത്തിലേക്ക് ബുദ്ധിനെ എന്ത് ചെയ്യുക, അയച്ചുവിടുക, ചിന്ത അയച്ചുവിടുക. അത് നമ്മൾ കമ്പയർ ചെയ്യാം. ഈ ആയത്ത് കൊണ്ട് നമ്മൾ പറയുന്ന അർത്ഥമാണോ, അതോ പല കിതാബുകൾ എഴുതപ്പെട്ട അർത്ഥമാണോ, അതോ മുസ്ലിയാക്കന്മാർ പറയുന്ന അർത്ഥമാണോ ഫിറ്റാവുന്നത് എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾക്ക് ഫിറ്റാവുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടതിലേക്ക് നിങ്ങൾ പോവുക. പിന്നെ അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടത്. അതല്ല, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഇവിടെ പറയുന്ന ആയത്തിന് ഇതാണ് അർത്ഥം ശരിയായിട്ട് വരുന്നത് ബോധ്യപ്പെട്ടിക്കണമെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്ത ആത്മവഞ്ചനയാണ്. അത് നിങ്ങൾ സ്വയം ഉത്തരം പറയുക. പക്ഷെ ബോധ്യപ്പെടുത്തത് നമുക്ക് ആവശ്യമാണ്, ചിന്തകൾ നിങ്ങൾക്ക് ആവശ്യമാണ്. ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ പറയുന്ന ആയത്ത് സൂറത്തുൽ കഹ്ഫിന്റെ 28ാമത്തെ ആയത്താണ്. ഈ ആയത്തിൽ നമ്മുടെ ക്ലാസ്സുകളിൽ ചെറിയ രീതിയിൽ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അത് പറയുമ്പോൾ പല മൗലികന്മാരും പെട്ടെന്ന് പ്രതികരിച്ചിട്ടുണ്ട്. അതിന് അങ്ങനെയല്ല അർത്ഥം, ഇങ്ങനെ അർത്ഥം, അങ്ങനെ അർത്ഥം എന്നൊക്കെ പറയുന്നത്. പക്ഷെ അവർക്ക് ബുദ്ധി കൊണ്ട് ചിന്ത കൊണ്ട് തെളിയിക്കാൻ പറ്റുന്നില്ല. അവർ മുൻഗാമികളായ ആളുകളെ കിതാബുകൾ റെഫർ ചെയ്തുകൊണ്ട് അതിലിങ്ങനെ അർത്ഥം, അതാണ് അവരുടെ തെളിവ്. ബുദ്ധി കൊണ്ട് സംസാരിക്കുന്ന സമയത്ത്, ചിന്ത കൊണ്ട് സംസാരിക്കുന്ന സമയത്ത് അവർക്കത് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല. അവരുടെ തെളിവ് അവസാനം എത്തി നിൽക്കുന്നത് കിതാബിലുണ്ട് എന്നുള്ളതാണ്. കിതാബിൽ തെറ്റ് പറ്റിയിട്ടുണ്ടോ ഇല്ലേ എന്ന് ചർച്ച ചെയ്യാൻ അവർ തയ്യാർ. അത് തെളിവായിട്ട് വന്നിട്ടുള്ളത് അവരെ കൗലാണ് എന്നതാണ് അവരെ പ്രാമാണികമായിട്ടുള്ള തെളിവ്, അവരെ പ്രമാണം. അപ്പോൾ അത് ഏതെങ്കിലും ഒരാൾ തെറ്റ് എഴുതി വച്ചിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എഴുതി വെച്ച ശേഷം പിന്നീട് തെറ്റ് സംഭവിച്ചിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ലിപിയിൽ അല്ലെങ്കിൽ അച്ചടിച്ചപ്പോൾ തെറ്റ് പറ്റിയിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവിടെ ഒരു മിസ്റ്റേക്ക് വന്നിക്കണമെങ്കിൽ അത് നമുക്ക് അങ്ങനെ ബോധ്യമാവും. അതൊന്നും അവരെ വിരുദ്ധരില്ല. ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത അർത്ഥം നമുക്ക് ആവശ്യമില്ല. കാരണം നിലവിലുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും നമ്മൾ ചിന്തിക്കണം. ആ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് ഈ ആയത്തിൽ നമ്മൾ അളക്കണം. അപ്പോഴേ നമുക്ക് കാര്യം ബോധ്യപ്പെടുള്ളൂ. ഖുർആൻ ഈ ആയത്തിൽ വിശദീകരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിദായത്ത് തേടേണ്ടത് ആരിൽ നിന്നാണ് എന്നാണ് വിശദീകരിക്കുന്നത്. ആരിൽ നിന്ന് പാടില്ല എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് അണ്ടർസ്റ്റുഡാണ്. ആരിൽ നിന്ന് പാടില്ല എന്ന് പറയുമ്പോൾ അത്തരക്കാർ ഒഴിവാക്കിയ ബാക്കി വരുന്നവരിൽ നിന്നാണ് ഹിദായത്ത് തേടേണ്ടതുള്ളൂ. ഇത് ഘട്ടം ഘട്ടമായി പോവേണ്ട ഒരു വിഷയമാണ്. ഖുർആനിൽ എല്ലാം എല്ലാവർക്കും ഉള്ളതല്ല. മുസ്ലിങ്ങൾക്കുള്ള ഹുക്കുമുണ്ട്, മുഅ്മിനീങ്ങൾക്കുള്ള ഹുക്കുമുണ്ട്, ജനങ്ങൾക്കുള്ള ഹുക്കുമുണ്ട്, ഔലിയാക്കൾക്കുള്ള ഹുക്കുമുണ്ട്, ഫക്കീറന്മാർക്കുള്ള ഹുക്കുമുണ്ട്, ആശികീങ്ങൾക്കുള്ളതുണ്ട്, പ്രവാചകന്മാർക്ക് മാത്രമുള്ള ഹുക്കുമുണ്ട്, ഇമാമതിക്ക് മാത്രമുള്ള ഹുക്കുമുണ്ട്, സഹാബത്തിൽപ്പെട്ട ചിലർക്ക് മാത്രമുള്ള ഹുക്കുമുണ്ട്. പല വിഷയങ്ങളുണ്ട്. പക്ഷെ അത് വേർതിരിച്ചറിയാതെ നമ്മളെല്ലാം നമ്മളിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് സാധിക്കാതെ വരും. ഇതൊക്കെ വിഷയമാണ്. അപ്പോൾ ഒരു ഡോക്ടറായ ഷെയ്ഖ്, പ്രവാചകൻ, അവരാണ് നിർദ്ദേശിക്കേണ്ടത് ഏത് പേർക്കാണ് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്. ഇവിടെ ഹിദായത്തിലേക്ക് പോകേണ്ടവർ, ഹിദായത്ത് തേടുന്നവരെ എന്താ ചെയ്യേണ്ടത് അള്ളാഹ് വിശദീകരിക്കുന്നത്. വല തുത്തിഫ് മൻ അഗ്ഫൽന ഖൽബഹു എന്ന ദിക്റിന എന്ന് പറയുമ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണ്? ഏതൊരുവന്റെ കൽബിനെ നമ്മുടെ ദിക്റിനെ തൊട്ട് നാം ഗഫലത്തിലാക്കിയിട്ടുണ്ടോ അവനെ നിങ്ങൾ അനുസരിക്കാൻ പാടില്ല എന്നാ പറയുന്നത്. أحب أدخل تطبيق أمازون وأقارن الأسعار وأخطف العروض وأوفر. وفر أكثر. حمل تطبيق أمازون. आपको मिल सकते हैं 5.3 करोड़, वो भी सिर्फ 10 साल की इन्वेस्टमेंट से. अब वो നാം ഗഫലത്തിലാക്കിയിട്ടുണ്ടോ അവനെ നിങ്ങൾ അനുസരിക്കാൻ പാടില്ല എന്നാ പറയുന്നത്. ഇതേ പദങ്ങളിൽ ഇത്ര സിമ്പിളായി പറയുകയാണെങ്കിൽ കാര്യം വ്യക്തമാണ്. എന്നാൽ അവിടെ നമ്മൾ ഈ കൽബിന് പകരം ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ചിന്ത മറ്റൊന്നിലേക്ക് പോകും. സ്മരണ എന്നുള്ളത് ദിക്റിന് കൊടുത്തു കഴിഞ്ഞാലും ചിന്ത മാറിപ്പോകും. അപ്പോൾ ദിക്ർ തന്നെ കൊടുക്കണം. കാരണം ദിക്ർ എന്നുള്ളതിന് ദീനിൽ ഒരർത്ഥമുണ്ട്. ആ അർത്ഥം പ്രയോഗിച്ചില്ല എങ്കിൽ നമ്മളെ ചിന്ത വേറൊന്നിലേക്ക് മാറിപ്പോകും. തെറ്റായൊരു വിശദീകരണത്തിലേക്ക് മാറാൻ സാധ്യത. ഇത് സൂക്ഷിക്കേണ്ടതാണ്. അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ മാത്രം അർത്ഥം പറഞ്ഞിട്ട് അതിൻ്റെ മുകൾഭാഗം അടിഭാഗം നോക്കാം. ശരിക്കും ഇവിടെ അല്ലാഹു തആല ഉപയോഗിച്ച ഈ ആയത്തിൽ കൽബ് എന്നുള്ള പദമുണ്ട്. അത് ഒരിക്കലും അവിടെ നിന്ന് മാറ്റാൻ പാടില്ല, ഇപ്പോഴും അവിടെ വേണം. ദിക്ർ എന്നുള്ള പദമുണ്ട്, അതും മാറ്റാൻ പാടില്ല. അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആയത്ത്. അത് അവിടെ നിന്ന് നമ്മൾ മറന്നു കഴിഞ്ഞാൽ, സംസാരത്തിൽ കൊണ്ടുവന്നില്ല എങ്കിൽ
അതുകൊണ്ടുള്ള ഉപകാരം നഷ്ടപ്പെട്ടു പോകും. ഇപ്പൊ കൽബില്, അവന്റെ കൽബില് എന്തില്ല? ദിക്റിന, നമ്മുടെ ദിക്റില്ല. ദിക്ർ എന്നുള്ളത് കൊണ്ട് നമ്മൾ സ്മരണം എന്നുള്ളത് ചിന്തിക്കാതെ അള്ളാഹുവിന്റെ ദിക്ർ ഏതാണ്? അള്ളാഹ് പറയുകയാണെങ്കിൽ എന്റെ ദിക്ർ, നമ്മുടെ ദിക്ർ എന്ന് പറയുമ്പോൾ ആ ദിക്ർ എന്താണ്? ഏത് ദിക്റാവാം? അള്ളാഹുവിന്റെ ഏത് ദിക്റാവാം? അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്. ആ നാമം കൊണ്ട് നമ്മൾ ദിക്ർ എടുക്കാറ്. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന 99 നാമങ്ങൾ അവന്റെ ദിക്റാണ്. എന്നാൽ 99 നാമങ്ങളാണ് അള്ളാഹ്ക്കുള്ളത്? അല്ല. പല ഹദീസുകളും വന്നിട്ടുണ്ട് അള്ളാഹുവിന് 1000 നാമങ്ങളുണ്ടെന്നുള്ളത്. തൗറാത്തിൽ 300 നാമങ്ങൾ, ഇഞ്ചിയിൽ 300 നാമങ്ങൾ, സബൂറിൽ 300 നാമങ്ങൾ, ഖുർആനിൽ 99 100 നാമങ്ങൾ എന്നൊക്കെയുള്ള ഹദീസുകളുണ്ട്. നമ്മൾ മറ്റുള്ള മതക്കാരെ അള്ളാഹുവിൻ്റെ പേര് മറ്റ് ഭാഷകളിൽ വിളിക്കുന്ന സമയത്ത് അവരെ കളിയാക്കാൻ പാടില്ല, ആ നാമത്തിനെ പുച്ഛിക്കാനും പാടില്ല. ഒരു പക്ഷേ നമുക്ക് ഈ 99 നാമങ്ങൾ അറിയുള്ളൂ, ബാക്കിയുള്ള നാമങ്ങൾ ഏതെങ്കിലും ഒന്നാണെങ്കിലോ നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അപ്പം അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അറിവില്ല എങ്കിൽ ആദരിക്കണം, ബഹുമാനിക്കണം, അവരെ കളിയാക്കാനും പാടില്ല. ദിക്റിന് ഉപയോഗിക്കുന്ന വാക്യങ്ങൾ, ആ വാക്യങ്ങൾ അള്ളാഹുവിന്റെ നാമങ്ങളാവാം, ഇനി കലിമകളാവാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത് നമ്മളെ കലിമയാണ്. എല്ലാ പ്രവാചകന്മാർക്കും കലിമ ഉണ്ടായിട്ടുണ്ട്. 5 അസ്മകൾക്കും എന്തുണ്ടായിട്ടുണ്ട്? കലിമകൾ ഉണ്ടായിട്ടുണ്ട്. അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കലിമയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഖുർആൻ ഉപയോഗിച്ചത് എന്തിനാണ്? അത് കലിമത്തുൻ ത്വയ്യിബയാണ്, ഷജറത്തുൻ ത്വയ്യിബായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് പടർന്ന് വലുതാകുന്ന ഒരു വൃക്ഷത്തെ പോലെ. അതിൻ്റെ വിത്ത് ഭൂമിയിലാണ്, ശാഖകൾ ആകാശത്തിലാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിത്ത് എന്ന് പറയുമ്പോൾ നമ്മളൊരു വൃക്ഷത്തിൻ്റെ വിത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ വൃക്ഷം കാണുന്നില്ല, എന്നാൽ ആ വിത്തിൻ്റെ ഉള്ളിൽ വൃക്ഷമുണ്ട്, ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിനാവശ്യമായ സ്ഥലത്ത് കൊണ്ട് നിക്ഷേപിക്കുന്ന സമയത്ത്, അതിനാവശ്യമായ വളം കിട്ടുന്ന സമയത്ത് എന്തായി തീരും? ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നിന്നും അത് പിളർന്നുകൊണ്ട് ചെറിയൊരു ചെടിയായിട്ട് വലുതായി വലുതായി വൃക്ഷമായി തീരും. ഇതേപോലെ തന്നെയാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു വൃക്ഷമാണ്. അതിൻ്റെ ശാഖകൾ ആകാശത്തെത്തും, പക്ഷെ അതിൻ്റെ വിത്ത് ഭൂമിയിലാണ്. ഈ കൽബ് എന്നുള്ള ഭൂമിയിലാണ് ആ വിത്ത് ഇടുന്നത്. ഇടുന്ന കർഷകൻ ആരാണ്? ഷെയ്ഖാണ്. ഈ ഷെയ്ഖ് കൊണ്ടുവന്നുകൊണ്ട് ഈ വിത്ത്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ വിത്ത് എന്താണ്? അള്ളാഹു എന്നുള്ള നാമാണ്. ഈ നാമത്തിന്റെ ഉള്ളിൽ ഈ കലിമ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിനെ നമ്മൾ വിത്തിന്റെ രൂപത്തിലാക്കുമ്പോൾ അത് അള്ളാഹു എന്നുള്ള നാമാണ്, അതിൻ്റെ ഉള്ളിൽ അതുണ്ട്. അള്ളാഹു എന്നുള്ള നാമമാണ് ഷെയ്ഖ് മുരീദിന്റെ ഹൃദയത്തിൽ നടുന്നത്. അങ്ങനെ ഈ വിത്ത് നട്ടാൽ മാത്രം പോരല്ലോ, അതിനാവശ്യമായ എല്ലാ സാഹചര്യങ്ങളും അതിന് കിട്ടണം. അതിന് വേണ്ട രീതിയിൽ വെള്ളം കിട്ടണം, വളം കിട്ടണം, മണ്ണ് ശരിയാവണം, കാലാവസ്ഥ അനുകൂലമാവണം. ഇതേപോലെ നമ്മൾ ദിക്ർ നമുക്ക് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പണിയെടുക്കണം, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, നമ്മൾ അഖീദ ശരിയാക്കണം, ആവശ്യമായ ഇൽമുകൾ നമ്മൾ കേൾക്കണം, അതനുസരിച്ച് നമുക്ക് ഈ വിത്ത് വളരാൻ അനുകൂലമാക്കി തീർക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിന് അനുകൂലമായി വരണം. അങ്ങനെ ആവുമ്പോഴാണ് ഈ ദിക്ർ വലുതായിക്കൊണ്ട് മറ്റു ആത്മീയാവസ്ഥകളിലേക്ക് എത്തുന്നത്. ഈ വിത്ത് പിളർന്നുകൊണ്ട് ചെടിയായി തീർന്ന് പിന്നീട് വൃക്ഷമായി തീർന്ന് ചില്ലകളൊക്കെ ആകാശത്തിലേക്ക് വ്യാപിച്ച് പിന്നീട് പഴങ്ങൾ വന്ന് ആ പഴങ്ങൾ മറ്റുള്ളവർക്ക് ഭക്ഷിപ്പിച്ച് അങ്ങനെ ഒരു ജനങ്ങൾക്ക് ഉപകാരമായി തീർന്നു. ഇത് വളർന്നു വലുതാവുന്ന സമയത്ത് ഇതിനെന്തെല്ലാം സംഭവിക്കുമോ? ചെടിക്ക് ഏതെല്ലാം ശത്രുക്കൾ അതിനെ എതിരായിട്ട് വരുമോ? അതൊക്കെ എവിടെയും സംഭവിക്കും. അപ്പൊ അതെല്ലാം ഇവിടെയും എവിടെയും ഒരേപോലെ വരുന്ന കാര്യങ്ങൾ മാറുന്നു എന്ന് മാത്രം. അതിന്റെ തിയറി ഒന്ന് തന്നെയാണ്. അങ്ങനെ അല്ലാഹു തആല ഒരാളെ ഹൃദയത്തിൽ അവന്റെ ഒരു കാമിലായ ഷെയ്ഖ് വഴി ഒരു വിത്ത് ഇട്ട് ആ മരം വലുതായി അതിൽ നിന്നും പഴങ്ങൾ ഉണ്ടാവുന്ന സമയത്താണല്ലോ അദ്ദേഹത്തിന് ഭക്ഷിപ്പിക്കാൻ പറ്റുള്ളൂ മറ്റുള്ളവരെ. ആ പഴങ്ങളിൻ്റെ ഉള്ളിലുള്ള വിത്ത് എടുത്ത് വെച്ചുകൊണ്ട് ആ വിത്താണല്ലോ ആ ഒരാള്, ആ മുർഷിദിന് മറ്റൊരു മുരീദിന്റെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കാൻ സാധിക്കുള്ളൂ. ഇതൊന്നും സംഭവിക്കാത്ത മുർഷിദ് എങ്ങനെയാണ് മറ്റൊരാൾക്ക് എടുത്ത് കൊടുക്കുന്നത്? അതുകൊണ്ടാണ് ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് കൽബില് ദിക്ർ ഉള്ള ആളുകൾ അതിനനുസരിക്കും, അല്ലാത്തവരനുസരിക്കാൻ പാടില്ല എന്നുള്ളത്. കാരണം അവരുടെ ഉള്ളിൽ എന്തില്ല? വിത്തും ഇല്ല, മരവും ഇല്ല, വൃക്ഷവും ഇല്ല, ഫലവും ഇല്ല. ഒരുപാട് പ്രതീക്ഷകൾ മാത്രം ഉണ്ടാവും. അതിന് പ്രതീക്ഷ എന്ന് പറയില്ല, അതിന് വ്യാമോഹങ്ങൾ എന്നാ പറയുക. പ്രതീക്ഷ എന്ന് പറയുമ്പോൾ അതിന് കാര്യങ്ങളൊക്കെ ഒത്തുവരണം, എന്നിട്ട് പ്രതീക്ഷിക്കുക. കാര്യങ്ങൾ ഒത്തുവരാതെ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷയല്ല, അതിന് വ്യാമോഹങ്ങൾ എന്നാ പറയുക.